കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേടിന് സമീപം സ്ഥിതി ചെയ്യുന്ന പട്ടുമല പച്ചപ്പ്, വിശാലമായ തേയിലത്തോട്ടങ്ങൾ, ശാന്തമായ മനോഹാരിത എന്നിവയാൽ പേരുകേട്ട ശാന്തമായ കുന്നിൻ പ്രദേശം. ഈ കുന്നിൻ പ്രദേശത്താണ് പട്ടുമല പള്ളി നിലകൊള്ളുന്നത്. ചുറ്റുപാടും തേയിലത്തോട്ടങ്ങൾ, മനോഹാരിത അതിന്റെ പൂർണ്ണതയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. കൂടുതലും ആളുകളും തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് മാതാവിനുള്ള ഭക്തിയാണ് ഈ ഒരു ദേവാലയം ഈ ഒരു സ്ഥലത്ത് പ്രൗഢഗംഭീരമായ രീതിയിൽ ഉയരുവാനുള്ള പ്രധാന കാരണം. ഫ്രാൻസിസ്കൻ മിഷണറി ബ്രദേഴ്സ് ആണ് ഈ ഒരു പട്ടുമല ദേവാലയത്തിന്റെ കാവൽക്കാർ എന്ന് പറയുന്നത്. ഫ്രാൻസിസ് അസീസിയുമായി ചേർന്നാണ് ഈ ഒരു കോൺഗ്രിഗേഷന്റെ നിലനിൽപ്പ് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അസീസി പുണ്യവാളന്റെ അതേ ചൈതന്യത്തോടുകൂടി ഇവർ ഇന്നും ഈ ഒരു പട്ടുമല എന്ന് പറയുന്ന ഈ ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തോട് അനുബന്ധിച്ച് ദേവാലയ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുകയാണ്. അവർക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വൈദികരെ കൂട്ടിക്കൊണ്ടുവരണം. ബ്രദർഹുഡ് ആണ് ഇവരുടെ കാരിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുകയില്ല. പുറത്തുനിന്ന് വൈദികരുടെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് വിശുദ്ധ കുർബാന ഈ ഒരു ദേവാലയത്തിൽ നടക്കുന്നത്. ഏതായാലും പ്രൗഢഗംഭീരമായ രീതിയിൽ, വളരെ മനോഹരമായ രീതിയിൽ തേയിലത്തോട്ടങ്ങളുടെ നടുവില് ഈ ഒരു മനോഹാരിതയിൽ ഈ ഒരു ദേവാലയം ഉയർന്നു നിൽക്കുകയാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ഏറ്റവും വലിയ താഴികക്കുടം ഈ പള്ളിക്കുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബ്രിട്ടീഷ് കാലഘട്ടം മുതലുള്ളതാണ് ഈ പള്ളിയുടെ ചരിത്രം. ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഈ പ്രദേശം മുഴുവൻ തേയിലത്തോട്ടങ്ങളായിരുന്നു. തേയിലത്തോട്ടവും തേയിലത്തോട്ട തൊഴിലാളികളും ഒക്കെയായിട്ട് അടങ്ങിയ വലിയ സമൂഹത്തിന്റെ അത്താണിയായിരുന്നു ഈ ഒരു ദേവാലയം എന്ന് പറയുന്നത്. ഈ ദേവാലയത്തിന്റെ സമീപ ഭാഗത്തായിട്ട് മനോഹരമായി ഗ്രോട്ടോ നിലകൊള്ളുന്നുണ്ട്. അതുമാത്രമല്ല, ദീപികാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് മനോഹരമായ ഒരു ദീപികാരുണ്യ ഒരു ഗ്രോട്ടോയും കൂടി ഈ ഒരു പള്ളിക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന നാനാം ജാതി മതസ്ഥരായ ധാരാളം ആളുകൾക്ക് യഥേഷ്ടം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുവാൻ ഈ ഒരു ഗുഹയ്ക്കുള്ളിലുള്ള ഈ ഗ്രോട്ടോയ്ക്കുള്ളിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ മാതാവിന്റെ നാമധേയത്തിലുള്ള ഗ്രോട്ടോയാണ്. മുകൾ ഭാഗങ്ങളിലും താഴ്ഭാഗങ്ങളിലുമായിട്ട് 2 നിലകളിലായിട്ടാണ് ഈ ഒരു ഗ്രോട്ടോ നിലകൊള്ളുന്നത്. താഴ്വാരത്തിൽ വിശുദ്ധ കുരിശും മുകൾ ഭാഗത്തായിട്ട് മാതാവിന്റെ നാമധേയത്തിലുമാണ് ഈ ഒരു ഗ്രോട്ടോ നിലകൊള്ളുന്നത്. പടവുകൾ കയറി മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മാത്രമാണ് മാതാവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു ഭക്തിക്ക് അല്ലെ ഭക്തന് സാധിക്കുന്നത്. ചുറ്റുപാടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ ഒരു ആംബിയൻസിൽ, മനോഹരമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഗ്രോട്ടോ, പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ ഏറ്റവും പറ്റിയ സ്ഥലം. അതിമനോഹരമായ രീതിയിലാണ് ചുറ്റുപാടുമെല്ലാം കാണപ്പെടുന്നത്. ആളുകൾ ഭക്തിപൂർവം ചെലവഴിക്കുവാനും ഭക്തിപൂർവം നേർച്ചകൾ നേരുവാനും ഒക്കെയായിട്ട് ഈ ഒരു പട്ടുമല എന്ന് പറയുന്ന ഈ ഒരു ദേവാലയത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇടവകയിലെ ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ടുള്ള ഗവി യാത്രക്കിടയിലാണ് പോകും വഴിയിൽ ഈ ഒരു പട്ടുമല എന്ന് പറയുന്ന ഈ ഒരു ദേവാലയം ഉള്ളത് കൊണ്ട് ഈ ഒരു ദേവാലയത്തിൽ അല്പസമയം ചെലവഴിച്ചതിന് ശേഷമാകാം മറ്റു സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ഗവി യാത്രയിൽ എല്ലാവർക്കും നന്നേ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ പട്ടുമല ദേവാലയം എന്ന് പറയുന്നത്. പ്രൗഢഗംഭീരമായ രീതിയിലാണ് തലയെടുപ്പോടുകൂടി തേയിലത്തോട്ടത്തിന് നടുവിൽ ഈ ഒരു പട്ടുമല ദേവാലയം തലയുയർത്തി നിൽക്കുകയാണ്. പൂർണ്ണമായും കരിങ്കല്ലുകളിലാണ് ഇത് തീർത്തിരിക്കുന്നത്. ആധുനിക കാലഘട്ടങ്ങളിലെ ദേവാലയം മുഴുവനും എല്ലാ രീതിയിലുള്ള കാലാവസ്ഥയെ പ്രതിരോധിക്കുക എന്ന നിർദ്ദേശത്തോടുകൂടി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ കരിങ്കല്ലുകളിൽ തീർക്കുന്ന ഒരു പതിവാണുള്ളത്. അതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുവാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമായിട്ട് കരിങ്കല്ലിൽ തീർത്ത മനോഹരമായ ദേവാലയം, താഴേക്കുടമൊക്കെയുള്ള ഈ ദേവാലയത്തെ മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നതിനെ വ്യത്യസ്തമാക്കുകയാണ്. ദേവാലയം ആകമാനം ഒന്ന് വീക്ഷണം നടത്തുകയും ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥനകളിൽ ചെലവഴിച്ചും ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരികെയുള്ള യാത്ര ഞങ്ങൾ നടത്തുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ചുപേർ ആദ്യമായിട്ടാണ് പട്ടുമല എന്ന് പറയുന്ന ഈ ഒരു ദേവാലയത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചിരിക്കുന്നത്. അത് അവർക്ക് നവ്യമായ ഒരു അനുഭവമായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങളുടെ വാഹനത്തിനുള്ളിൽ വെച്ചുകൊണ്ട് അവർ പങ്കുവെച്ചത് ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്.
അത്രമാത്രം നല്ല ഒരു അനുഭവ സമ്പത്തോടു കൂടിയാണ് ഈ ദേവാലയത്തിൽ നിന്ന് തിരികെയുള്ള യാത്ര പോലും ഞങ്ങൾ നടത്തിയത്. എല്ലാവർക്കും നല്ല രീതിയിൽ ആസ്വദിക്കുവാൻ സാധിച്ച നല്ല ഒരു പട്ടുമല ദേവാലയം.